ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു മംഗല്യഹാരം ദേവിക്കു ചാർത്താൻ മഞ്ജുസ്വരങ്ങൾ കോർത്തൊരു ഹാരം ശ്രീരാഗമായി ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു ഒരു കാലിൽ കാഞ്ചനക്കാൽ ചിലമ്പും മറുകാലിൽ കരിനാഗക്കാൽ താളവും ഒരു കാലിൽ കാഞ്ചനക്കാൽ ചിലമ്പും മറുകാലിൽ കരിനാഗക്കാൽ താളവും ഉൾപുളകം തുടികൊട്ടുന്നുവോ പാൽ തിരകൾ നടമാടുന്നുവോ കനലോ നിലാവോ ഉതിരുന്നുലകാകെ ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു പദങ്ങളിൽ നിന്നിറങ്ങി താണുയർന്നാടും പദങ്ങളുമായി മനസമാകും തിരുവരങ്ങിൽ ആനന്ദലാസ്യം ഇന്നാടാൻ വരൂ പൂക്കുടയായി ഗഗനം പുലർക്കാല കാന്തിയണിയേ തലമാകെയ്താ ശിവശക്തി താണ്ഡവം ധിരനധിം തനന ധിരനധിം തനന ധിം 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 ആ തനനധിം ധിരനധിം ധിരനന ആ ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു താങ്ക് യു. ബദ്രി, ഓ ആർക്ക് വേണ്ടിയാണ് ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തത്? ഞാനിത് ചേച്ചിക്ക് വേണ്ടി ചേച്ചി നമസ്കാരം. വെൽക്കം ചേച്ചി. എന്താ ചേച്ചിയുടെ പേര്? മാളവിക. ബദ്രി എങ്ങനത്തെ ആളാണ് വീട്ടില്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ
പറഞ്ഞോ? പറഞ്ഞു, സത്യം പറഞ്ഞോ. ഇതാണ് ചേച്ചിയുടെ മൊമെന്റ്. ആ അവൻ ഈ കാണുന്ന ഒന്നുമല്ല അവിടെ. എല്ലാവരും ഇവിടെ ഫ്രോഡുകളാണല്ലോ. എന്നാലും കുറച്ച് ഒരു ഭയങ്കര ഒരു ഭീകരവാദിയൊക്കെ ഭീകരവാദിയോ മക്കളെ പാവാണ്. പാവാന്ന് സമയത്ത് സമയം കിട്ടുമ്പോഴൊക്കെ ബോംബുണ്ടാക്കി കളിക്കും. അല്ല. അല്ല, ഈ ബദ്രി മ്യൂസിക് കമ്പോസ് ഒക്കെ ചെയ്യുമല്ലേ തന്നെ? അവൻ മെയിൻലി ഇപ്പോ അധികമായിട്ടും മ്യൂസിക് ആ റൂമിലെ തന്നെ കീബോർഡും അവനും അവന്റെ പാട്ടും അതൊക്കെ ആയിട്ടാണ് അവൻ ഇപ്പൊ മെയിൻലി ബിസി ആയിട്ടുള്ളത്. ഷാനിക്ക, നല്ലതാ, വെരി ഗുഡ്, വെരി ഗുഡ്. നൈസ് നൈസ്. പഠിക്കാവുന്നത് കാണാറില്ല, പക്ഷെ എങ്ങനെ അവന് മാർക്ക് കിട്ടാറാണ് അതെന്തെങ്ങനെ അറിയത്തില്ല. തുണ്ട് വെച്ച് എഴുതിയിട്ടായിരിക്കും. ഇല്ല, അങ്ങനൊന്നും എഴുതാറില്ല. പിന്നെ ഞാൻ പഠിച്ചിട്ട് പോകുമ്പോ ഞാന് എന്നാ കേക്കണം. ബദ്രി കമ്പോസ് ചെയ്ത ഒരു സോങ് നമുക്കൊന്ന് പിന്നെ കേൾക്കാം. ഡെഫിനറ്റ് ആയിട്ട് മക്കളെ പാടാ. ആ നിളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമ നിഷേധിനിയിൽ. നിളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമ നിഷേധിനിയിൽ. നിഹാര ഹാരമണിഞ്ഞുറങ്ങും നീരജ പുഷ്പമേ ഉണരൂ നീ. നീരജ പുഷ്പമേ ഉണരൂ നീ. നിളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമ നിഷേധിനിയിൽ. ഗുഡ് ഗുഡ് ഗുഡ്. ബദ്രി കൊള്ളാം മോനെ, കൊള്ളാം. സൂപ്പർ. താങ്ക് യു. ഇത് ആരെഴുതി തന്നു മക്കൾക്ക്? ഇതൊരു ഗ്രൂപ്പിലെ കിട്ടിയാണ്. അപ്പോൾ സാറിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ്. MK ഗോപകുമാർ സാറാണ് ലിറിക്സ് എഴുതി. കമ്പോസ് ചെയ്യുക കേട്ടോ, ചെയ്തോണ്ടിരിക്കുക. മക്കൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ആ ചെയ്തോണ്ടിരിക്കുക. അല്ല, ചേച്ചിക്ക് എന്താണ് കഴിവ്? നല്ലോണം ഡാൻസ് കളിക്കും, അതിനിവിടെ സ്കോപ്പില്ല. ആ പാട്ട് പാടും നല്ലോണം. പിന്നെ ചേച്ചി ചൂള് പഠിച്ച് പാട്ട് പാടും. ഓ, അത് കേൾക്കാം. ചൂളം അടിച്ച് പാട്ട് പാടും. ആ, അതായത് എന്താ പറഞ്ഞ ചൂളത്തിലൂടെ ചൂളത്തിലൂടെ പാട്ട്. ഞാൻ ഞാൻ അതൊക്കെ ഞാൻ പെട്ടെന്ന് ആലോചിച്ച എങ്ങനെന്ന് വാക്കുകൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കും ബദ്രി. എന്നാ നമുക്ക് ആളു ഒരെണ്ണം. 4 lines. 3 ജഡ്ജസിന്റെ ഓരോരോ പാട്ട് വീതം പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ 3 പേരുടെയും 4 വരി വെച്ച് അതെ, ഫൈൻ. നമുക്ക് ശരത് സാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശരത് സാറും തുടങ്ങാം. അതെ. അതാകുമ്പം വിസിലൊക്കെ ഉടക്കും. ഗുഡ്. ആ ഓക്കേ, അടുത്ത ഇനി ഷാൻ റഹ്മാൻ. നൈസ്.
സൂപ്പർ. കലക്കി കലക്കി. ഹരി വരട്ടെ, ഹരി വരട്ടെ. താങ്ക് യു മാഡു, താങ്ക് യു. ഹരിശങ്കർ. സൂപ്പർ. Thank you, thank you. അടിപൊളി. താങ്ക് യു. ആദ്യമായിട്ട് ഇതിലൊരു വിസിൽ വേർഷൻ കേൾക്കുന്ന ഈ പാട്ട്. അതെ, ഞാൻ മുത്തുച്ചിപ്പിടൊക്കെ അതെ, ഭീകരം. മാളു. Nice try, Nice, കേട്ടോ. very nice. Very nice. അടിപൊളി മാളു. സൂപ്പർ സൂപ്പർ അടിപൊളി. ആ ഇനി ചോദിക്കാം. ശരത് സർ. മക്കളെ ഓ സാർ, നന്നായിട്ട് പാടി പോനെ. താങ്ക് യു സാർ. പക്ഷെ നീ ഇതുപോലുള്ള പാട്ടുകൾ മാത്രമാണ് പാടുന്നതെന്ന് ഇങ്ങനെ ഒരു പരക്കെ ഒരു സംസാരമുണ്ട്. അത് മാറ്റിക്കോണം കേട്ടോ മോനെ. അതെപ്പോഴും നമുക്ക് എല്ലാ തരം പാട്ടുകളും ട്രൈ ചെയ്യണം. ഓക്കെ കേട്ടോ. അപ്പൊ മോനെ ഈ തുടക്കം അനുപല്ലവിയുടെ തുടക്കം ഒരു അത് ഗമായാണോ ഗപ്പായാണോ? ഒരു ഒരു ആണോ? ഒരു അപ്പൊ അതിനൊരു കൃത്യത. പിന്നെ ചരണം കഴിഞ്ഞിട്ട് ആ തനന അതൊന്ന് പാടാമോ? ഏതാണ് എന്റെ നോട്ട്സ് ഒക്കെ? ധിരനധീം തനനധിരനധീം തനനധിം ധിം ധിം ആ ധിം ധിം ധിം. ഇത് മറ്റേ മൃദംഗത്തിന്റെ ഓപ്പൺ അടിക്കുന്ന പോലെ വലിയൊരു ഋഷഭത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടാ. അത് നോക്കണം. ഓക്കെ സാർ. ധിരനധീം തനനധിരനധീം തനനധിം ധിം ധിം ആ നിക്കട്ടെ അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് തനനധീം ധിരനധീം തനനധീം 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 ധിരനധീം തനനധീം ധിരനധീം. അതൊക്കെ കറക്റ്റ് ചെയ്തണം മക്കളെ. അത് കേട്ടോ, അത് നോക്കിയാൽ മതി. അത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് പാടുക. അത്രേ ഉള്ളൂ. ബാക്കി ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ സാർ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തില്ല മക്കളെ. അതുകൊണ്ടാ പറഞ്ഞത്. അത് നീ മനസ്സിലാക്കണം. മനസ്സിലാക്കി അപ്പോഴല്ലേ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ വിഷയം കേട്ടാ. അതെപ്പോഴും വെച്ചോണം. നമ്മൾ വർജവും ഷഡ്ജവും വിടണമെന്ന് പറഞ്ഞാൽ വിടുക. അതിപ്പോൾ ഞാനൊരു 3 ഗാന്ധാരം ടോണിക്കാക്കിയാണ് പാടി. അത് ഏത് സ്വരം വേണേലും ആക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. എനിക്ക് തോന്നുന്ന ഒരു ഡെഡിക്കേഷൻ റൗണ്ട് ആയിരുന്നില്ലേ? അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാട്ട് ചൂസ് ചെയ്തത്? കാരണം ഇത് ചേച്ചി യൂത്ത് ഫെസ്റ്റിവലിന് ഈ പാട്ട് വെച്ചിട്ട് അന്ന് ആദ്യമായിട്ടാണ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. വർഷങ്ങൾ മുമ്പായിരിക്കും അല്ലേ? കുറച്ച് 30-40 കൊല്ലം മുമ്പ്. അല്ല, അങ്ങനെയല്ല. ഓക്കെ. യൂത്ത് ഫെസ്റ്റിവലിന് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ചേച്ചി ഡാൻസ് കളിച്ചിട്ട് ഫസ്റ്റ് കേട്ടിട്ടുണ്ട് ഈ പാട്ട് വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ചേച്ചി എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഇത് ഞാൻ ഡാൻസ് കളിച്ച പാട്ടില്ല ചേച്ചി എപ്പോഴും കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് ഡെഡിക്കേഷൻ ഉണ്ടായപ്പോൾ ചേച്ചിക്ക് ഈ പാട്ട്. ഓക്കെ. അത് ചേച്ചിക്കൊരു വിൻ ചെയ്ത കാര്യമായിരുന്നു. ഈ റൗണ്ടിൽ ആക്ച്വലി ബദ്രി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതല്ലേ? അല്ല, ഇപ്പൊ ചേച്ചി എപ്പോഴും കേൾക്കുന്നതാണ്ട് എനിക്ക് തോന്നുന്നു. അതെപ്പോഴും കേൾക്കുകയല്ലേ? ഇതൊരു സ്പെഷ്യൽ റൗണ്ട് ആയതുകൊണ്ട് ബദ്രിക്ക് വേണമെങ്കിൽ ഒരു ഇപ്പം ചേച്ചിയുടെ പാട്ടുകളോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ അങ്ങനത്തെ ഒരു സോങ് ചൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓക്കെ സാർ. ഇപ്പൊ ബദ്രിയുടെ കാര്യം പറഞ്ഞു, എനിക്ക് ഫീൽ ചെയ്ത് അതാണ്. കാരണം ഈ റൗണ്ടും ബദ്രി ഒരു സെമി ക്ലാസിക്കലോ ആയിട്ടാണ് വീണ്ടും വന്നത്. വെൽക്കം ബാക്ക്. അപ്പോൾ എനിക്കത് ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു വേറെ സോങ് എടുക്കാമായിരുന്നു ഈ റൗണ്ടിൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ സാർ. പിന്നെ മോനെ ഞാൻ എഴുതി വെച്ചത് കുറേ കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ ശരത്തേട്ടൻ പറഞ്ഞു. ബേസിക്കലി ആദ്യം തുടങ്ങി അതും പിച്ച് ഔട്ടായിരുന്നു ഫ്രം ബിഗിനിങ്. പിന്നെ നിളയുടെ അതൊന്ന് പാടിക്ക്. നിളയുടെ പുളിനവും നിളയുടെ മോനെ അവിടെയൊക്കെ ഒരു പുഷ് ഉണ്ട്. ചിറ്റപ്പൻ പാടുമ്പം ഒരു ഫോഴ്സ് കൊടുക്കാറുണ്ട്, ഒരു ഫ്ലോയിന് വേണ്ടി. നിളയുടെ തരരര തരരര താരേ
നീളയുടെ പുളിനവും ഇന്നാലോലം. അപ്പൊ ബദ്രി പാടിയപ്പം നീളയുടെ പുളിനവും ഇന്നാവോളം ആ ഒരു ഫ്ലോ വരും കുറച്ചുകൂടി. അതിന്റെ ഒറിജിനൽ കേട്ടിട്ടുണ്ടോ നന്നായിട്ട്? അപ്പൊ അതിലൊക്കെ അഴകൊടു തരരനീട്ടുന്നു. അപ്പൊ ആ ഒരു ഫ്ലോ എനിക്ക് മിസ്സായി. എല്ലാം ഒരു ക്ലാസിക്കൽ പോലെ ഇരുന്നു. ആ ഒരു പാട്ടിന് ഒരു ഫീലുണ്ട്. അപ്പോൾ ഇതൊരു സെമി ക്ലാസിക്കലാണെങ്കിലും ആതിരവരവായി ഒരു പ്ലസൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കുറേ ഏരിയാസൊക്കെ മിസ്സായി. പിന്നെ ഞാനിതിൽ എഴുതായിരിക്കുന്നത് കുറച്ച് ഫ്ലോ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ, ബദ്രിയുടെ സിംഗിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഓക്കെ സർ. പിന്നെ ലാസ്റ്റത്തെ ആലാപ്സ് ധീം ധീം ധീം, അത് ആലാപ് മാത്രം പാടിയാൽ മതി. അത് താളത്തിൽ പാടാവോ? ഓക്കെ, നെക്സ്റ്റ് ആലാപ്. 2 ആലാപില്ലേ? തനനധീം ധിരനധീം ധിരനന ആ. ഇത് രണ്ടേ ഉള്ളു അല്ലേ? അല്ല, ആ ഓക്കെ. ആ ഏരിയാസ് ഒക്കെ പാടുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു നേരത്തെ പാടിയത്. ഓക്കെ. ബദ്രി നല്ല സിംഗറാണ്, നോ ഡൗട്ട്. വി ആർ വെരി ടാലൻറ്റഡ്. നന്നായിട്ട് പാടാൻ കഴിവുള്ളതും നന്നായിട്ട് പാടി ഒരുപാട് റൗണ്ട്സും ഗോൾഡൻ മൈക്കൊക്കെ കിട്ടിയതുമാണ്. പക്ഷേ വി ആർ എക്സ്പെക്ടിങ് ഡിഫറെൻറ്റ് ജോണേഴ്സ് ഫ്രം യു. ഓക്കെ സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ബദ്രി ഓ സർ. പ്ലീസ് ഷോ വെർസറ്റാലിറ്റി. ഓക്കെ സർ. അതല്ലാതെ ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മനസ്സിൽ ഉള്ള ബദ്രിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് റഫി സാബിൻ്റെ പെർഫോമൻസ് ആണ്. എനിക്കും ആലോചിക്കുമ്പം നല്ലൊരു പെർഫോമൻസ് ആയിട്ട് ഇപ്പോഴും മാറി നിൽക്കുന്നു. അത് ഇനിയിപ്പോൾ അടുത്തതൊക്കെ ഇങ്ങനെയാണ് പാടാൻ പോകുന്നതെങ്കിൽ നമ്മൾ ആ റഫി സാബിൻ്റെ പെർഫോമൻസും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. നമ്മളത് ബ്രേക്ക് ചെയ്യണം. സി, എവ്രിബഡി ഇസ് ഷോയിങ് വെർസറ്റാലിറ്റി ഹിയർ അല്ലേ? അതെ. അപ്പം നമ്മൾ ഒരേ സർക്കിളിൽ ഇരുന്ന് കറങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല ബദ്രി. ഓക്കെ സർ. മനസ്സിലായില്ലേ? ആ. നമ്മൾ യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ. ഇത് ബദ്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ആ. നമ്മൾ ആരും ദേഷ്യത്തിലല്ല പറയണേ. വി ആർ ട്രൈങ് ടു ഹെൽപ്പ് യു. ഓക്കെ സർ. ഓക്കെ. ഇപ്പോൾ ഒരു കമ്പോസറിൻ്റെ വിജയം എവിടെയാണ്? ഇപ്പോൾ ബദ്രി കമ്പോസറാന്ന് പറഞ്ഞില്ലേ? ബദ്രി കമ്പോസ് ചെയ്ത പാട്ടും നമ്മൾ കേട്ടു. അതും ഏതാണ്ട് ഇതൊക്കെ പോലെ തന്നെയാണ് ഇരിക്കണേ. ഓക്കെ. ആണോ അല്ലയോ? അതെ. അതെ. അപ്പം ഞാൻ പറയുന്നത്, സി, ഒരു കമ്പോസർ എന്ന് പറയുമ്പം ഒരു ഭാഗത്ത് ഇതുപോലത്തെ പാട്ടും ചെയ്യേണ്ടി വരും, മറുഭാഗത്ത് ആവേശം പോലത്തെ പടവും ചിലപ്പം വരും. അതെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്യണം. പക്ഷെ എൻ്റെ രംഗാണൻ തമ്പുരു മീട്ടിയെ അടിക്കാറുള്ളൂ. അങ്ങനെ പറയാൻ പാടില്ല ഓക്കെ. അല്ലേ? ആ. ഒന്ന് ആലോചിച്ചോക്കെ രംഗണ്ണൻ ഇങ്ങനെ ഇരിക്കുന്നത്, തമ്പുരൊക്കെ ഇട്ടിട്ട് അമ്പാനെ നോക്കിച്ചേ. അപ്പൊ യു ഹാവ് ടു ട്രൈ മാൻ. ഓക്കെ സർ. കേട്ടോ? ആ. സ്നേഹം കൊണ്ടാണ് പറയുന്നത്. That's all. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ബദ്രി, ഓ, മാർക്സ് ചോദിക്കാം. ശരത് സർ. 7.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഹരിച്ചേട്ടാ. അണ്ണനും തമ്പിയും കൂടി. അതൊക്കെ അങ്ങനെ തന്നെ. അതെ. അപ്പൊ ബദ്രി, ഓ, ഇനി ബദ്രിയുടെ വേഴ്സിറ്റാലിറ്റി കാണാൻ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ബദ്രിയുടെ ആ ഒരു പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. ബൈ, ഗുഡ് നൈറ്റ്.